എടയൂർ പഞ്ചായത്തിലെ കഴിഞ്ഞ 5 വർഷത്തെ നിലവിലുള്ള ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നതിനുള്ളൊരു അവസരമാണ്. ഞങ്ങൾ എടയൂരിലെ ജനങ്ങളോട് പറയുന്നത്, പുതിയ കാലഘട്ടത്തിൽ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത്, അതിന് മുകളിലുള്ള ജില്ലാ പഞ്ചായത്ത്, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരവും ആ അധികാരം വിനിയോഗിക്കുന്നതിനുള്ള അവർക്ക് കൊടുത്തിട്ട് ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള അവസരവും ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് എന്താണ് ഈ 5 വർഷം അവർ ചെയ്തത്? ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് പറയുന്നത്, ഈ 2020-25 വർഷത്തെ UDF ഭരണസമിതിയും 2015-2020 വർഷത്തെ LDF ഭരണസമിതിയുടെയും പ്രവർത്തനം ജനങ്ങൾ താരതമ്യം ചെയ്യട്ടെ. ഇപ്പോൾ ഒന്നും വേണ്ട, ഞാൻ നീട്ടിയൊന്നും പറയില്ല. കഴിഞ്ഞ ആഴ്ചയിലാണ്, അല്ലെങ്കിൽ ഒരു 2 ആഴ്ച മുന്നെയാണ് നമ്മുടെ കേരളത്തിലെ ജലസേചന വകുപ്പ് മന്ത്രി വന്ന് ഈ എടയൂർ ഇരുമ്പിളിയം വളാഞ്ചേരി കുടിവെള്ള പദ്ധതി കമ്മീഷൻ ഉദ്ഘാടനം ചെയ്തു. 125 കോടിയാണെന്ന് എൻ്റെ ഓർമ്മ. ആ പദ്ധതി കൊണ്ടുവന്നത് ഇടതുപക്ഷത്തിൻ്റെ കാലത്താണ്, LDF ബോർഡ് ഭരിക്കുമ്പോഴാണ്. ഞങ്ങൾ പറയുന്നത്, ഈ 5 വർഷം UDF ഭരണസമിതി എന്തു ചെയ്തു? ഏതെങ്കിലും ഒരു റോഡ് ടാർ ചെയ്യാൻ അതിനൊരു ഭരണസമിതി വേണ്ട? MLA ഫണ്ട് MP ഫണ്ടൊക്കെ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ചെയ്യുന്നില്ലേ? വേണ്ട. പുതിയ കാലഘട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള അവസരവും ഫണ്ടും ഉപയോഗിച്ച് ഭാവനാപൂർണമായ പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള കെൽപ്പുണ്ടാവണം. അങ്ങനെ എന്തെങ്കിലും വന്നോ? മാലിന്യ നിർമ്മാർജ്ജനം പഞ്ചായത്തിൻ്റെ ചുമതലയാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ചുമതലയാണ്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കൽ ഒരു നൂതനമായ പദ്ധതി കൊണ്ടുവന്നോ? ഞാൻ പറയുന്നത്, പുതിയ കാലഘട്ടത്തിൽ നമ്മളുടെ കുട്ടികളെ നാട്ടിൽ നിർത്തി നമ്മുടെ രക്ഷിതാക്കളോടൊപ്പം അവരിവിടെ തൊഴിൽ നൽകുന്ന രൂപത്തിലേക്ക് നിലനിർത്തുന്നതിനുള്ളൊരു വലിയ പദ്ധതിയായിട്ട് ഗവൺമെൻറ് മുന്നോട്ട് പോകുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് അതിന് റോളുണ്ട്. കേരളത്തിൽ നിങ്ങൾ നോക്കൂ, പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ജോബ് ഫെയറുകൾ വെക്കുന്നു, നിക്ഷേപ സംഗമങ്ങൾ വെക്കുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇവരെന്ത് ചെയ്തു? നിക്ഷേപം കൊണ്ടുവരാൻ തയ്യാറുള്ളവരെ വിളിച്ചിരുത്തി അവർക്ക് ആവശ്യമായ ഈ നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് എന്താ? വിജ്ഞാനമാണ്. ആ വിജ്ഞാനം അവിടെ കൊണ്ടേ കൊടുക്കുന്നത് ഏത്? പണ്ട് നമ്മൾ ഗൾഫിലേക്ക് അങ്ങോട്ട് പോകുമായിരുന്നു. ഇന്ന് കേരളം ചിന്തിക്കുന്നത്, ആ വിജ്ഞാനമുള്ള തലമുറയെ തേടി ഇവിടെ നിക്ഷേപം കൊണ്ടുവന്ന് നിക്ഷേപിക്കാൻ തയ്യാറുള്ള തൊഴിലുടമ അങ്ങോട്ട് വരണം. ഇതിനൊക്കെ ഉതകുന്ന വിധത്തിൽ നമ്മുടെ പഞ്ചായത്ത് വളരണം. എടയൂർ പഞ്ചായത്ത് 5 വർഷം വെറുതെ പറഞ്ഞല്ല, ഇടങ്ങേറിലായിന്ന് ഞങ്ങൾ വെറുതെ പറയല്ല, 5 വർഷം നഷ്ടപ്പെടുത്തി. ഇത് ജനങ്ങൾ ചർച്ച ചെയ്യട്ടെ. അങ്ങനെ ചർച്ച ചെയ്യുന്നതിന് കഴിഞ്ഞ 5 വർഷവും ഈ 5 വർഷവും അതോടൊപ്പം കേരളത്തിലെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തട്ടെ. ഞാൻ പറയുന്നത്, ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അത് ലൈഫ് മിഷനായിട്ട്, ക്ലീൻ കേരള മിഷനായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, കിടപ്പാടമില്ലാത്ത ഒരു മനുഷ്യനും നാട്ടിലുണ്ടാവരുത്. അതിനാ ലൈഫ് പദ്ധതി. ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഭൂരഹിത ഭവനരഹിത വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യനുണ്ടാവരുത്. ഈ പഞ്ചായത്തിൻ്റെ അടുത്ത് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടല്ലോ. ഇവർക്ക് ഞങ്ങൾ ഇത്ര ഏക്കർ സ്ഥലം ഗവൺമെൻറ് വിട്ടു തരുന്നു. ഞങ്ങളുടെ കയ്യിൽ ഭൂരഹിത ഭവനരഹിത വിഭാഗത്തിൽപ്പെട്ട ലിസ്റ്റിൽപ്പെട്ട ഇത്ര ആളുകളുണ്ട്. ഗവൺമെൻറ് ഒരു പദ്ധതി തരണം. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കൊച്ചിയിൽ ഇരട്ട ഫ്ലാറ്റ് ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ കോർപ്പറേഷൻ ചെയ്തതാ, പെരിന്തൽമണ്ണ ചെയ്തു. എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമല്ല, നാടിൻ്റെ മുന്നേറ്റത്തിന് നഷ്ടം വരുത്തി. ഇതാണ് ഇടങ്ങേറിലായ എടയൂരിൻ്റെ 5 വർഷം എന്ന് ഞങ്ങൾ ക്യാപ്ഷൻ വെച്ചുകൊണ്ട് ക്യാമ്പയിൻ എടുക്കാൻ കാരണം, ജനങ്ങൾ ഇത് മനസ്സിലാക്കും. ജനങ്ങൾ അത് മനസ്സിലാക്കി ജനങ്ങൾ മുന്നോട്ട് വരും എന്ന ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ ഈ ക്യാമ്പയിനും പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുന്നത്.